സൂര്യനിൽ നിന്നുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ. വലിപ്പത്തിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ 6-ാം സ്ഥാനക്കാരനാണെങ്കിലും ശുക്രൻ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചൂടനാണ്. സൂര്യൻ്റെ തൊട്ടടുത്തു നിന്നിട്ടും അന്തരീക്ഷത്തിൻ്റെ അഭാവം കൊണ്ട് ബുധൻ ആളത്ര ചൂടനാവാതെ പോയപ്പോൾ ശുക്രൻ ചൂടുകൊണ്ട് തിളയ്ക്കുന്നവനായി മാറി. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം. നമ്മുടെ അയൽക്കാരൻ കൂടിയാണല്ലോ ശുക്രൻ. ബുധനും ഭൂമിക്കും ഇടയിലാണ് ശുക്രൻ്റെ സ്ഥാനം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആകാശത്ത് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള വസ്തുവും ശുക്രനാണ്. ശുക്രനോളം ഭൂമിയോട് അടുത്തു വരുന്ന മറ്റൊരു ഗ്രഹവുമില്ല. ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്നത് ശുക്രനാണെങ്കിലും ഭൂമിയുടെ 2 അയൽക്കാരായ ശുക്രനെയും ചൊവ്വയെയും കാൾ ഭൂമിയുടെ ഭ്രമണപഥത്തിനരികിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഭൂമിയിൽ നിന്നും ഏറെ അകലെ നിൽക്കുന്ന ബുധനാണ്. ഗ്രഹങ്ങളുടെ ഭ്രമണ വേഗതകളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം അങ്ങനെയായത്. ബുധനെയും ഭൂമിയെയും ചൊവ്വയെയും പോലെ ഒരു റോക്കി പ്ലാനറ്റാണ് ശുക്രൻ. പാറക്കെട്ടുകളും പർവ്വതശൃംഗങ്ങളും ലോഹപാളികളും നിറഞ്ഞ ആകാശഗോളം. ഘടനയിലും വലിപ്പത്തിലും ഭൂമിയും ശുക്രനും ഇരട്ട സഹോദരന്മാരാണെന്ന് തോന്നും. ആയിരക്കണക്കിന് അഗ്നിപർവ്വതങ്ങളും താഴ്വരകളും നിറഞ്ഞ ശുക്രൻ്റെ അന്തരീക്ഷം അത്രയേറെ സാന്ദ്രതയുള്ളതുമാണ്. അതിൻ്റെ അന്തരീക്ഷമർദ്ദം ഭൂമിയുടേതിനേക്കാൾ ഏകദേശം 100 ഇരട്ടി വരും. കാർബൺ ഡൈ ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളും നിറഞ്ഞ ആ കട്ടിയുള്ള അന്തരീക്ഷവും അതിൻ്റെ ഭീകരമായ മർദ്ദവുമാണ് നമ്മുടെ അയൽക്കാരനെ അത്ര വലിയ ചൂടനാക്കിയത്. നമ്മുടെ ചക്രവാളത്തിൽ കണ്ണുകൾക്ക് പ്രഭാപൂരമാകുന്ന ആ ചുള്ളൻ ശുക്രൻ സൂര്യപ്രകാശമേറ്റ് തിളച്ചുമറിയുന്ന ഉഗ്രപ്രതാപിയുമാണ്. പൗരാണിക കാലം മുതലേ മനുഷ്യന് പരിചയമുള്ളൊരു ഗ്രഹമാണ് ശുക്രൻ. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ വരുന്ന തിളക്കമുള്ള വസ്തു. ആ സുന്ദര ഗ്രഹത്തെ നോക്കി റോമാക്കാർ അവരുടെ ഏറ്റവും സുന്ദരിയായ ദേവത വീനസ് എന്ന് വിളിച്ചു. പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയാണ് വീനസ്. ഒരു സ്ത്രീ ദേവതയുടെ പേരിലുള്ള ഒരേയൊരു ഗ്രഹവും വീനസാണ്. വീനസിനെ നമ്മൾ ഭാരതീയർ വിളിച്ചത് ശുക്രൻ എന്നാണ്. സംസ്കൃതദത്തമായ ആ വാക്കിൻ്റെ അർത്ഥം വെളുത്തത് എന്നാണ്. നഗ്നനേത്രങ്ങളിൽ ദൃശ്യമാകുന്ന വെളുത്ത സുന്ദരൻ ഗ്രഹം. വെള്ളി നക്ഷത്രം എന്നും പഴമക്കാർ അതിനെ വിളിച്ചത് അതുകൊണ്ടാണ്. ചുരുക്കത്തിൽ വീനസ് എന്ന് റോമാക്കാർ വിളിച്ചപ്പോഴും ഇസ്താർ എന്ന് ബാബിലോണിയൻസ് വിളിച്ചപ്പോഴും ശുക്രൻ എന്ന് ഭാരതീയർ വിളിച്ചപ്പോഴും ഓരോ പേരുകളും സൗന്ദര്യത്തെയും നിറത്തെയും ധ്വനിപ്പിക്കുന്നതായിരുന്നു.